ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഈവനിങ് ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോൾ നല്ല മഴയാണ്. അപ്പം നല്ല മഴയെന്ന് വെച്ചാൽ കാണുമ്പോൾ അറിയാം, നല്ല കുത്തി ഒഴിക്കുന്ന മഴയാണ്. അപ്പോൾ ആ മഴയത്ത് ഞാൻ നേരെ വീട്ടിലേക്കല്ല, അംഗനവാടിയിലേക്കാണ് പോകുന്നത്. കാരണം അംഗനവാടിയിൽ ഈ മാസം 30-ാം തീയതി മെയ് 30-നും മോങ്കുട്ടിനും കല്യാണിക്കൊക്കെ സെൻഡ് ഓഫ് ഒക്കെ നടക്കുകയാണ്. അതുപോലെ പ്രവേശനോത്സവവും കൂടിയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പേരൻസിനെയും ഒക്കെ വിളിച്ചിട്ടുള്ളൊരു മീറ്റിംഗ് ആയിരുന്നു. അപ്പോൾ ആ ചെന്ന സമയത്താണെങ്കിൽ അവിടെ കസേരയൊക്കെ പുതിയതായിട്ട് കൊണ്ടുവന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ മോങ്കുട്ടിനെ വിളിച്ച് വീട്ടിലേക്ക് വന്നപ്പോഴത്തേക്കും അപ്പം വന്നിട്ടുണ്ടായിരുന്നു. അപ്പം വന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കുറച്ച് ചക്ക കിട്ടി, 2-3 ചക്കയാണ് കിട്ടി. അപ്പോൾ അതിലൊരു ചക്ക ഞങ്ങൾ അണ്ണൻ്റെ വീട്ടിൽ കൊടുത്തു. പിന്നുള്ള ചക്ക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എടുക്കാനും ബാക്കി എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് അപ്പൻ അത് എടുക്കാനാണ് വന്നത്. അപ്പോൾ സന്ധ്യ ആയതുകൊണ്ട് മഴയൊക്കെ അല്ലേ, അപ്പോൾ പറഞ്ഞു അപ്പോൾ ഇന്ന് പോകുന്നില്ല, നാളെ പോകുന്നുള്ളെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ രാത്രിയിൽ അപ്പനും മോങ്കുട്ടനോടാണ് ചക്കയുടെ പുറത്താണ് ചക്ക ഇങ്ങനെ ചെത്തിയെടുത്തത് വൃത്തിയാക്കി നമുക്ക് ചക്ക വേവിക്കുക എന്നുള്ള പ്ലാനിലാണ്. അപ്പോൾ പണ്ടത്തെ ആൾക്കാരൊക്കെ ഇങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാനൊക്കെ കാണുന്ന കൂടുതലും രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് അതിൽ നിന്ന് ചക്കച്ചോളം എടുത്ത് നമുക്ക് അങ്ങനെ ചെയ്യാം. പക്ഷേ അപ്പൻ ഇങ്ങനെ കറയൊക്കെ പോകാൻ വേണ്ടി ഭയങ്കര സിസ്റ്റമാറ്റിക്കായിട്ടൊക്കെ ഇങ്ങനെ എണ്ണയൊക്കെ തേച്ച് അതിൽ വെള്ളമൊക്കെ മുക്കി എന്തൊക്കെയോ പരിപാടിയൊക്കെ ചെയ്ത് അത് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക. മോങ്കുട്ടൻ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് തന്നെ നിന്ന് കസർത്താണ്. കാരണം അവന് വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, ആരുമില്ല കളിക്കാനൊന്നും. അപ്പോൾ അതുകൊണ്ട് അപ്പൂപ്പൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അപ്പൂപ്പൻ്റെ കൂടാണ്. അപ്പൂപ്പനുമായിട്ട് വലിയ കൂട്ടൊക്കെയാണ്. എന്നാലും ഇടയ്ക്ക് നല്ല തല്ലും ഉണ്ടാക്കാറുണ്ട് രണ്ടുപേരും കൂടെ. എന്നാലും അപ്പൂപ്പൻ്റെ കൂടെ മുറ്റത്തൊക്കെ പോകാനും അപ്പൂപ്പനാകുമ്പോൾ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അപ്പൂപ്പൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അപ്പൂപ്പൻ്റെ പുറകെ തന്നെയാണ്. അപ്പോൾ ചക്കപ്പുഴുക്കിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് മീൻ വറുത്തതും കൂടെ സെറ്റാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മത്തി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് അരപ്പൊക്കെ പുരട്ടി എല്ലാം ഒന്ന് സെറ്റാക്കി വെച്ചതിന് കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാൽ അതൊന്നൊരു ടേസ്റ്റ് ആവുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനതെല്ലാം ഒന്ന് പുരട്ടിയൊക്കെ വെക്കുകയാണ്. പുരട്ടി വെച്ചതിന് ശേഷം പിന്നെ ലാസ്റ്റ് നമുക്ക് ചക്കയൊക്കെ ആകുമ്പോഴത്തേക്കും ഫ്രൈ ചെയ്യുക എന്നുള്ള രീതിയിൽ എല്ലാം ഒന്ന് പുരട്ടി സെറ്റാക്കി വെച്ചു. അത് കഴിഞ്ഞ് നോക്കിയപ്പോഴും അപ്പം അവിടെ ചക്കയെല്ലാം തൊലിയെല്ലാം ചെത്തിക്കഴിഞ്ഞ് അതിങ്ങനെ വെട്ടി തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പം ഞാൻ കരുതി എന്നാൽ കുറച്ച് പാത്രം കഴുകാനുണ്ട്. അപ്പം ഞാൻ എൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ അത് ക്ലീനൊക്കെ ആക്കിയതിന് ശേഷം നേരെ വീണ്ടും അപ്പൂപ്പൻ്റെ അടുത്തേക്ക് ചെന്നു. അപ്പൂപ്പൻ്റെ അടുത്ത് ചെന്നപ്പോൾ അവരത് കട്ട് ചെയ്ത് തുടങ്ങി. ചുളയൊക്കെ എടുക്കാനായിട്ട് ഒരുവിധം കട്ട് ചെയ്ത് തുടങ്ങി. പിന്നെ കുറച്ച് നേരം ഞാൻ വെച്ചെന്നാൽ അതിൻ്റെ വീഡിയോയും കൂടെ എടുത്തിട്ട് പോയെന്ന് ഫ്രഷ് ആവും. ഞാൻ വന്നിട്ട് സാധാരണ നേരത്തെ ഫ്രഷ് ആയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. പിന്നെ അപ്പൻ ഇത് ചെയ്യാനിരുന്നപ്പം അതിൻ്റെ കൂട്ടത്തിലെന്നാൽ ബാക്കിയൊക്കെ റെഡി ആക്കിയിട്ട് പോയി ഫ്രഷ് ആവാമെന്ന് കരുതി. അങ്ങനെ അതിനുശേഷം ഞങ്ങൾ പോയി ഫ്രഷ് ആയിട്ട് വന്നു. മോങ്കുട്ടി നല്ല ഡ്രസ്സൊക്കെ മാറി വന്ന് വീണ്ടും അപ്പൂപ്പൻ്റെ അടുത്ത് തന്നെ കുത്തിയിരിക്കണം. അവൻ ചക്കക്കുരു പറക്കിക്കൊണ്ടിരിക്കുകയാണ്. ചക്കക്കുരുവാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അവൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് ഇങ്ങനെ അപ്പൂപ്പൻ്റെ കൂടെ തന്നെ ഇങ്ങനെ ഇരിക്കണം. ആ സമയത്തൊന്നും ഞാൻ വിചാരിച്ചെന്നാൽ മീൻ കുറേ നേരം ആയില്ലേ, ഇപ്പോൾ ഇത്രയും സമയമല്ലോ, അപ്പോൾ അതുകൊണ്ട് മീൻ എന്നാൽ ഫ്രൈ ചെയ്യാമെന്ന് വെച്ചു. അങ്ങനെ മീൻ ഫ്രൈ ചെയ്യാനായിട്ട് പോവാം. അപ്പോൾ അങ്ങനെ മീൻ വറുത്തുകൊണ്ടിരുന്ന സമയത്ത് നമ്മൾ ചക്കയ്ക്ക് ആഡ് ചെയ്യാൻ വേണ്ടി കുറച്ച് കറിവേപ്പില ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം മത്തിയൊക്കെ അല്ലേ, നല്ല സ്മെല്ലാണല്ലോ. അപ്പോൾ അതിന് ചുമ്മാ കുറച്ച് ഇരിക്കട്ടെ എന്ന് കരുതി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഞാനത് ഫ്രൈ ചെയ്തു. പിന്നെ ഞാൻ നേരെ ചക്ക എടുത്ത് ചക്കയ്ക്ക് ഞാൻ അരപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കാൻ ഞാനങ്ങ് വിട്ടുപോയി, ഞാൻ മറന്നുപോയി എടുക്കാൻ. അപ്പോൾ അങ്ങനെ ചക്കയൊക്കെ റെഡിയാക്കി അത് നമ്മൾ കുക്കറിലാക്കി അതും നമ്മൾ ഫ്രൈ ചെയ്യാൻ പറ്റും. അപ്പോൾ കുറച്ച് ചക്കയെ നമ്മൾ വേവിക്കുന്നുള്ളൂ. അപ്പോൾ ബാക്കി ചക്ക നമുക്ക് അധികം വരുന്നതുകൊണ്ട് അപ്പോൾ പറഞ്ഞു അത് വെച്ചിരുന്നാൽ ചീത്തയായി പോകും. അപ്പോൾ അങ്ങനെ അത് ഞങ്ങൾ അരിഞ്ഞിട്ട് അത് ഞങ്ങൾ വറക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ചക്ക അരിഞ്ഞ് ഞാൻ വറക്കാൻ നേരം ഇത് കണ്ടോ, അതിൻ്റെ കൂടത്തിൽ കയറിയിരിക്കുകയാണ്. എന്ത് കാര്യം ചെയ്താൽ അവൻ ഈ സ്ലാവിലുണ്ടാവും. എന്തിനാണോ എന്തോ അവൻ ഇവിടെ ഇങ്ങനെ ഇരിക്കണം. അവനിങ്ങനെ ഇരുന്നിട്ട് ഇതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം. അവൻ പറയുന്നത് എനിക്കിതൊക്കെ കാണണ്ടേ എന്നാണ് അവൻ ചോദിക്കുന്നത്. എന്തിനോ എന്തോ കയറിയിരുന്ന് കാണുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ചക്ക റെഡി ആയിട്ടുണ്ട്. ചക്ക വിസിലൊക്കെ വന്ന് അത് റെഡിയായി. പിന്നെ എനിക്ക് കുഴയ്ക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. അപ്പം ഞാൻ നേരെ അത് അപ്പൻ്റെ കൊടുത്തു. അപ്പനാണ് അത് കറക്റ്റ് എല്ലാം കുഴച്ചൊക്കെ തന്നത്. പിന്നെ ഞാൻ ആദ്യം വറുത്തപ്പോൾ കുറച്ചൊന്ന് കരിഞ്ഞു പോയി. പിന്നെ രണ്ടാമത് ചെയ്തപ്പോഴത്തേക്കും അത്രയും ഞാൻ ഫ്രൈ ആക്കിയില്ല. അപ്പോൾ കുഴപ്പമില്ലായിരുന്നു, നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. ഉപ്പ് ഞാൻ ലാസ്റ്റ് ഇതെല്ലാം വറുത്ത് കഴിഞ്ഞിട്ടാണ് ആഡ് ചെയ്തത്. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷേ ഇന്ന് രാവിലെ നോക്കിയപ്പോഴത്തേക്കും അത് ഇച്ചിരി തണുത്ത് പോയിട്ടുണ്ട്. ഇപ്പോൾ ഈ തണുപ്പിൻ്റെ ആയതുകൊണ്ടായിരിക്കാം. പിന്നെ എണ്ണ കുറവായിരുന്നത് കാരണം ഞാൻ കുറച്ച് ഇട്ടിട്ടാണ് വറുത്തത്. അപ്പോൾ ഒത്തിരി ഒരുമിച്ചിട്ട് വറുക്കാൻ പറ്റാത്തതാണ്, അങ്ങനെ ഒത്തിരി ലേറ്റായി. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ഫുഡ് കഴിക്കുന്നത്. അപ്പം ഇത് കുഴപ്പമില്ല. അത്യാവശ്യം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെങ്കിലും ഒരുവിധം സക്സസ് ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ലാസ്റ്റ് ചക്കപ്പുഴുക്കും മത്തി വറുത്തതും പിന്നെ ഇച്ചിരി അച്ചാറും കൂടി എടുത്തിട്ടാണ് ഞാൻ കഴിച്ചത്. പിന്നെ ഇതിൻ്റെ വീഡിയോ ഞാൻ എടുക്കാൻ വിട്ടുപോയി. ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ വിട്ടുപോകും, സോറി.